ഇന്ത്യയിൽ നിന്ന് അധികം ദൂരെയില്ല, പക്ഷേ നിങ്ങൾക്ക് ഈ ദ്വീപിൽ പോയി ഇറങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ വലിയ നഗരങ്ങളില്ല, റോഡുകളില്ല, വിമാനത്താവളമില്ല, വലിയ കെട്ടിടങ്ങളുമില്ല. പക്ഷേ ഏറ്റവും കൗതുകകരമായ കാര്യം, പുറം ലോകവുമായി വളരെ കുറച്ച് മാത്രം ബന്ധമുള്ള ഒരു ജനവിഭാഗം ഇന്നും അവിടെ ജീവിക്കുന്നു. അവരാണ് സെന്റിനലീസ് ജനങ്ങൾ. അവരുടെ ജീവിതത്തെക്കുറിച്ച് പുറം ലോകത്തിന് അറിയുന്നത് വളരെ കുറവാണ്. നോർത്ത് സെന്റിനൽ ദ്വീപ് ആൻഡമാൻ ദ്വീപ സമൂഹത്തിന്റെ ഭാഗമാണ്. ചുറ്റും കടൽ, അകത്ത് കനത്ത കാടുകൾ. ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ദ്വീപ് പോലെ തോന്നും. പക്ഷേ അവിടെ വിനോദസഞ്ചാരികൾക്ക് പോയി കറങ്ങാനോ അവിടെയുള്ളവരുമായി നേരിട്ട് ബന്ധപ്പെടാനോ കഴിയില്ല. ഇന്ത്യൻ നിയമപ്രകാരം ദ്വീപിലേക്കും അതിനു ചുറ്റുമുള്ള സംരക്ഷിത കടൽ പ്രദേശത്തേക്കും പ്രവേശനത്തിന് നിയന്ത്രണമുണ്ട്. പക്ഷേ എന്തിനായിരിക്കും ഇത്രയും നിയന്ത്രണം? ഇതാണ് കഥയിലെ പ്രധാനപ്പെട്ട ഭാഗം. സെന്റിനലിസ് ജനങ്ങൾ പുറം ലോകവുമായി വളരെ കുറച്ചു മാത്രം ബന്ധപ്പെടുന്നവരാണ്. അതിനാൽ പുറത്തു നിന്നുള്ള ആളുകൾ കൊണ്ടുവരുന്ന രോഗാണുക്കൾ പോലും അവർക്ക് വലിയ അപകടമാകാം. നമുക്ക് സാധാരണയായി തോന്നുന്ന ചില രോഗങ്ങൾക്കെതിരെ അവർക്ക് ആവശ്യമായ പ്രതിരോധശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനും അവരുടെ ജീവിത രീതിയിൽ പുറം ലോകത്തിന്റെ ഇടപെടൽ ഒഴിവാക്കാനും അവരുടെ ദ്വീപിലേക്ക് ആളുകൾ പോകുന്നത് നിരോധിച്ചിരിക്കുന്നു. പുറം ലോകത്തിൽ നിന്നുള്ള ആളുകൾ ദ്വീപിനടുത്തെത്തുമ്പോൾ സെന്റിനലിസ് ജനങ്ങൾ പലപ്പോഴും അവരെ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അമ്പുകളും മറ്റും ഉപയോഗിച്ച സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർ മനുഷ്യരെ വെറുക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ സമൂഹം വളരെ കാലമായി സ്വന്തം രീതിയിൽ ജീവിക്കുന്നു. പെട്ടെന്ന് പരിചയമില്ലാത്ത ബോട്ടുകൾ നിങ്ങളുടെ തീരത്തെത്തുന്നു. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അവരെ അകറ്റാൻ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് അവരുടെ പ്രതികരണത്തിന് പിന്നിൽ പുറം ലോകത്തോടുള്ള ജാഗ്രതയും സ്വന്തം പ്രദേശത്തെ സംരക്ഷിക്കാനുമുള്ള ശ്രമവും ഉണ്ടാകാം. അവർക്ക് പുറം ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ഉറപ്പായി പറയാൻ കഴിയില്ല. അവരുടെ ഭാഷയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വളരെ കുറച്ച് മാത്രമാണ് പുറം ലോകത്തിന് അറിയുന്നത്. അവരുടെ എണ്ണം പോലും കൃത്യമായി അറിയുക ബുദ്ധിമുട്ടാണ്. കാരണം അവരുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് തന്നെ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് ദൂരത്തു നിന്ന് കാണാനും നിരീക്ഷിക്കാനും കഴിയുന്ന കാര്യങ്ങളിൽ നിന്നാണ് പല വിവരങ്ങളും മനസ്സിലാക്കുന്നത്. ലഭ്യമായ നിരീക്ഷണങ്ങൾ അനുസരിച്ച് അവർ വേട്ടയാടുകയും മത്സ്യബന്ധനം നടത്തുകയും കാട്ടിൽ നിന്നും ഭക്ഷണം ശേഖരിക്കുകയും ചെയ്യുന്നു. ചെറിയ ബോട്ടുകൾ ഉപയോഗിക്കുന്നതായും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ പരിമിതമായ വിവരങ്ങളേ ഉള്ളൂ. അതാണ് ഈ ദ്വീപിന്റെ യഥാർത്ഥ കൗതുകം. അവിടെ ആളുകൾ ജീവിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഭാഷ എന്താണ്? അവരുടെ പാരമ്പര്യങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ സമൂഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവരുടെ കഥകൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നമുക്ക് ഏകദേശം അറിയില്ല. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നോർത്ത് സെന്റിനൽ ഒരു സഞ്ചാരികൾക്ക് പോകാനുള്ള രഹസ്യ സ്ഥലമല്ല. അവിടെ പോയാൽ എന്ത് സംഭവിക്കും എന്ന് പരീക്ഷിക്കാൻ പാടില്ല. അവിടെ പോകുന്നത് സെന്റിനലിസ് ജനങ്ങൾക്ക് മാത്രമല്ല, പുറത്തുനിന്ന് പോകുന്ന ആളുകൾക്കും അപകടകരമായേക്കാം. അതുകൊണ്ട് അവരെ അവരുടെ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. നമ്മൾ ഇന്ന് ലോകത്തിന്റെ മറുവശത്തുള്ള ഒരാളുമായി ഒരു സെക്കൻഡിൽ വീഡിയോ കോൾ ചെയ്യുന്നു. ഗൂഗിൾ മാപ്പ് തുറന്ന് ലോകത്തിലെ ഏത് സ്ഥലവും കാണാം. വാർത്തകൾ നിമിഷങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടും എത്തുന്നു. പക്ഷേ അതേ ലോകത്ത് പുറം ലോകവുമായി വളരെ കുറച്ചു മാത്രം ബന്ധമുള്ള ഒരു സമൂഹം ഇന്നും ജീവിക്കുന്നു. അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് മാത്രമേ അറിയൂ. അവരുടെ ദ്വീപിലേക്ക് നമുക്ക് സ്വതന്ത്രമായി പോകാനും കഴിയില്ല. അതിനാലാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ് ഒരു രഹസ്യ ദ്വീപ് എന്നതിലുപരി മറ്റൊരു പ്രധാന കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലോകം മുഴുവൻ നമ്മൾ കണ്ടുകഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഒരു സമൂഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അവരുടെ സ്വകാര്യത മാനിച്ച് അവരുടെ അകലെ നിന്ന് തന്നെ സംരക്ഷിക്കുകയാണ്. ഇതാണ് നോർത്ത് സെന്റിനൽ ഐലൻഡിന്റെ യഥാർത്ഥ കഥ. ഇത്തരം ലോകത്തിലെ കൗതുകകരമായ സ്ഥലങ്ങളുടെയും അറിയാത്ത കഥകളുടെയും വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.